ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അറിയാവുന്ന അറിയില്ല, അതായത് കഴിഞ്ഞ സീസണിലെ ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സീസണിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് സീസൺ 6 ഒരു വ്യക്തി, വൈൽഡ് കാർഡായിട്ട് വന്ന ഒരു വ്യക്തി, അതിൽ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിനെ മോശമായ പദപ്രയോഗം നടത്തി എന്നുള്ള രീതിയിൽ മോശമായ പദപ്രയോഗം നടത്തിയതിന്റെ പേരിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന ആ മനുഷ്യനെയും ഒരുപാട് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ദേഷ്യം കാണിക്കുകയും പ്രേക്ഷകർ അങ്ങനെ കാണിച്ചു, പ്രേക്ഷകർ നിങ്ങൾ അതായത് പ്രേക്ഷകർ ഒരുപാട് അയാളെ വെറുക്കുന്നു എന്നുള്ള രീതിയിൽ അത്ര വലിയൊരു ഒരു 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 പ്രശ്നമാണതെന്നുള്ള രീതിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ആ വ്യക്തിയെ മാനസികമായി തളർത്തി ഒടുവിൽ അത് അതായത് അയാൾ സ്വയമേ പുറത്താവുന്നതിൽ വരെ അത് ആ ഒരു ഇഷ്യൂ എത്തി. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സിബിനെ കുറിച്ചാണ്. ഭയങ്കര ഒരു ഹൈപ്പിൽ കയറി വന്ന്, അതായത് ബിഗ് ബോസ് സീസൺ 6 ഭയങ്കര ഹൈപ്പിൽ കയറി വന്ന് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് നല്ല രീതിയിൽ കളി മുന്നോട്ട് പോയി. വന്ന ഉടനെ തന്നെ ഒരുപാട് വോട്ടിങ്ങിൽ മാറ്റങ്ങൾ വരുത്തി, ടോപ്പ് വോട്ടിങ്ങിലെത്തി, എല്ലാം നിന്ന് ഭയങ്കര നല്ല രീതിയിൽ കളിയുടെ ഗതി തന്നെ മാറ്റിക്കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു സിബിൻ. ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് പ്രേക്ഷകർ വോട്ട് കൊടുത്തിരുന്ന കയറി വന്ന സിബിനെ പെട്ടെന്ന് അതായത് ചില വാക്കുകൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തി ജാസ്മിനെതിരെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, സിബിനെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഭയങ്കരമായിട്ട് പൊരിക്കുന്നു. സിബിൻ മാനസികമായിട്ട് തളരുന്നു. എപ്പിസോഡുകൾ കഴിയുമ്പോഴും അയാൾ മാനസികമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട്, കാരണം അയാളെ അത്രമാത്രം പുറത്ത് നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ആക്കി കൊടുക്കുന്നു. പക്ഷെ പുറത്ത് പോസിറ്റീവ് ആണ് അയാൾക്കെന്നുള്ളത് ആണ് യഥാർത്ഥ സത്യം. പക്ഷെ നെഗറ്റീവ് ആണെന്നൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നു. നിരന്തരമായിട്ട് അയാളോട് മോശമായി, അതായത് അയാളുടെ ദേഷ്യത്തിൽ മോഹൻലാൽ സംസാരിക്കുന്നു. അങ്ങനെ വന്ന് അയാൾ ഡിപ്രഷൻ ആവുന്നു. പിന്നെ ഒരുപാട് അയാൾ പുറത്തു പോകുന്നു. അതിൽ പിന്നെ ബാക്കിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലേ, അത് മനഃപൂർവ്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരുപാട് ആരോപണങ്ങൾ ബിഗ് ബോസിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സ്ട്രാറ്റജി ബിഗ് ബോസിന്റെ ഈ ഒരു കുതന്ത്രം ബിഗ് ബോസ് ഈ സീസൺ 7 പയറ്റുന്നുണ്ടോ? എനിക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അനുമോൾക്ക് നേരെ. എന്തല്ലേ, നമ്മൾ ഈ കഴിഞ്ഞ, അതായത് ആര്യൻ ജിസയിൽ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോളെ മാനസികമായി എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും തളർത്താൻ വേണ്ടി ലാലേട്ടൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ചെറിയ ചെറിയ അനുമോളുടെ ഇഷ്യൂസിൽ അനുമോളെ അടിച്ചമർത്തി, അല്ലെങ്കിൽ അങ്ങ് അടിച്ചങ്ങിരുത്തു എന്ന് പറയത്തില്ലേ നമ്മൾ, ആ ഒരു അവസ്ഥ. അതായത് ആ കുട്ടി ഈ ഒരു ലാസ്റ്റ് എപ്പിസോഡുകളിലായിട്ട് ഭയങ്കര വീക്കായിട്ട് പോവാണ്. കാരണം ഈ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അനുമോൾ തന്നെ പല ഇഷ്യൂസിനകത്തും വോയിസ് റേസ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, എനിക്ക് പേടി, ഞാൻ അത് പറയുന്നില്ല, കാരണം പറഞ്ഞു എല്ലാം കൂടെ എൻ്റെ തലയിൽ വരും, എന്നെ എല്ലാവരും കൂടെ അതിനകത്ത് എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അനുമോൾ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ സ്ക്രീൻ സ്പേസ് പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നു. പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ പോലും മറ്റുള്ളവർ വലിയ ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചൂണ്ടിക്കാട്ടി കാണാതെ ചെറിയ ഇഷ്യൂസ് വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുമ്പോഴും അതിനെ എടുത്തു കാണിച്ച് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് തോന്നി. എനിക്കത് കാണുമ്പോൾ സിബിനെയാണ് ഓർമ്മ വരുന്നത്. അതായത് സിബിന്റെ അതേ ഒരു മെന്റാലിറ്റി. പക്ഷെ അനുവിന്റെ ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അനു ഭയങ്കര സ്ട്രോങ് ആയിട്ട്, നമ്മൾ വീക്ക് എപ്പോഴും കരഞ്ഞു നിൽക്കുകയാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഇത്ര ഒരു 2-3 എപ്പിസോഡായിട്ട് അനുവിന് നെഗറ്റീവ് വരുന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അത് അനുവിന്റെ വോട്ടിങ്ങിൽ ഭയങ്കര പ്രകടമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് അനുവിന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞതിന്റെയും അനുവിനെ ലാലേട്ടൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നതിന്റെ ഒക്കെ തന്നെ ഈ ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് നിന്നിരുന്ന അനു ഇപ്പോൾ ഒരു 3ാമതിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരുപാട് താഴെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രേക്ഷകർക്ക് ആ ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അനുവിനോട്. അപ്പം ഇത് ബിഗ് ബോസിന്റെ ഒരു കുതന്ത്രമാണോ? എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു സിബിന് നടന്നതുപോലെ തന്നെ എല്ലാ വീക്കെൻഡിലും വന്നു. പക്ഷെ അനുവിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അനു ആ വീക്കെൻഡിൽ എത്ര ഇത് വന്നാലും അനു ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലാലേട്ടൻ അവഗണിക്കുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇതിലാണെങ്കിൽ പോലും ദേഷ്യപ്പെട്ട് ലാലേട്ടൻ പോകുന്നു. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു. അതിനകത്ത് അനുമോൾ ഒരു കാരണമാണ്. അനുമോട് ഇഷ്യൂസ്, അനുമോൾ പലവട്ടം കരഞ്ഞു. അല്ലാതെ ഈ ലാലേട്ടന്റെ മുന്നിൽ പറയുമ്പോൾ അതിനെ മറ്റേ സില്ലി കാര്യമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും, ചീത്ത വിളിക്കുന്നതായാലും കളിയാക്കുന്നതായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ലാലേട്ടൻ അതിനെ ഒന്നും അല്ലായ്മയായിട്ട് കളഞ്ഞങ്ങ് തള്ളിക്കളയണം. അത് സംസാരിക്കാൻ കൂടി ഇഷ്യൂ അത് കാര്യമാക്കുന്നില്ല, സംസാരിക്കുന്ന കൂടിയില്ല.
ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന് ആകെപ്പാടെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് അനു ആര്യനും ജിസയിലിനും എതിരെ പറഞ്ഞ കാര്യങ്ങൾ പ്രവീണ് പുറത്തു പോയപ്പോഴും ചെറിയ രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ ഹിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ തന്നെ അനു പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുറച്ച് മോശം, അതായത് ചീത്ത പേര് ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു ഇതെന്തിനാണ് ബിഗ് ബോസിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഇങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഏതെങ്കിലും ഒരാളെ പുറത്താക്കി, അങ്ങനെ പുറത്താക്കാൻ അവർക്ക് പറ്റത്തില്ല. കാരണം അവർക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ടല്ലോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി അവരെ മാക്സിമം യൂസ് ചെയ്തിട്ട് അവരെ ഒരു കരിമ്പച്ചണ്ടിയാക്കി പുറത്ത് അവരെ അത്രയ്ക്ക് നെഗറ്റീവ് ആക്കി കഴിഞ്ഞ് അവരുടെ യൂസ് കഴിയുമ്പോൾ അവർ പുറത്ത് കളയും, ആരിനെയൊക്കെ പുറത്ത് കളയും, അത് ഉറപ്പാണ്. പക്ഷേ ആ ഒരു സംഭവം അനുമോള് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബിഗ് ബോസിൽ അവർക്ക് അതൊരു നെഗറ്റീവായി. കാരണം അനുമോൾ അതിന് സ്ട്രോങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ നിന്നുകൊണ്ട് തന്നെ എന്തായി, ബിഗ് ബോസിന് അതൊരു ഒരു ഒരു നെഗറ്റീവായി മാറി. കാരണം പലരും ഉന്നയിച്ചു ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് പല രീതിയിൽ ഒരു മോശപ്പേരായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നപ്പോഴും നെവിൻ്റെയൊക്കെ സംഭവം വന്നപ്പോൾ അവർ ആ ഇഷ്യൂസ് ഒന്നും എടുത്ത് പിന്നെ ഇടാതിരുന്നത്. കാരണം ഇനി ആ ഒരു സംഭവം വലിച്ചു നീട്ടിക്കൊണ്ട് ഓരോ എപ്പിസോഡിലും പോകണ്ടെന്നൊരു സംഭവം അവർക്ക് ഉണ്ട്. അനുമോളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കാൻ വേണ്ടി ബിഗ് ബോസിനകത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് അനുമോളുടെ ഒരു ഫ്രണ്ട് വരുന്നതായിട്ട് അറിഞ്ഞു. അപ്പൊ ആ ഫ്രണ്ട് വരുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അത് അനുവിന് നല്ലതായിട്ടാണോ അതോ മോശമായിട്ടാണോ അതോ എന്താണ് ബിഗ് ബോസിന്റെ ബാക്കിലുള്ള പ്ലാൻസ്? ഇവർ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെയും കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ ഇവർക്ക് കഴിയും. അവരെയും കൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ട്വിസ്റ്റ് ഉണ്ടാക്കിക്കാൻ കഴിയും. പല കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് ആക്കിക്കാൻ കഴിയും. കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ് കാണുന്നവർക്ക് പലർക്കും മനസ്സിലാവും. ഹിന്ദി ബിഗ് ബോസിൽ ഇതുപോലെ ഓരോ കണ്ടസ്റ്റൻസിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ അവർ തമ്മിൽ അടിയുള്ള ഒക്കെ നിങ്ങൾ അവരെ കൊണ്ടുവരും. അതായത് അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹിന്ദിയിലെ സീസൺ 13 എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഷഹനാസും അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ശുക്ലയൊക്കെ ഉള്ള ആ ഒരു സീസണിൽ ഭയങ്കരമായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ വൈരാഗ്യമുള്ളവരെ, എക്സ് ഗേൾ ഫ്രണ്ടിനെ, എക്സ് ഹസ്ബൻഡ് ഇങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ തമ്മിൽ അവിടെ ഭയങ്കര അടി ഉണ്ടാക്കും, നെഗറ്റീവ് ഉണ്ടാക്കും. അങ്ങനെ ഫുൾ ടോട്ടലി അതിന്റെ സീനെ മാറ്റും. എന്താണോ ഇതുവരെ പൊക്കോണ്ടിരുന്നത് അതിന്റെ ആ ഒരു സീനെ മാറ്റുന്ന ഒരു സംഭവം ഹിന്ദിയിലുണ്ട്. അത് ഇവിടെ അനുമോൾക്കെതിരെ പോസിറ്റീവായിട്ടാണോ അവർ ഉപയോഗിക്കാൻ നിൽക്കുന്നത് അതോ നെഗറ്റീവായിട്ടാണോ ഉപയോഗിക്കാൻ നിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും പോസിറ്റീവ് ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്നറിയില്ല, ഇവരിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണോ നമുക്ക് അനുമോളോടൊരു സിമ്പതി വരുന്നുണ്ട്, അല്ലെ കുറച്ചു പേർക്കെങ്കിലും. കുറെ പേർക്ക് ദേഷ്യമുള്ളവർ കാണും ആ ഒരു ആക്ടിനോടൊക്കെ. പക്ഷെ നമുക്ക് കുറച്ചു പേർക്ക് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടം തോന്നി വരികയാണ്. ഓരോ വീക്കെൻഡിലും ഇവരിങ്ങനെ അനുമോളെ സ്ക്രൂ കയറ്റി വിടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ അനുമോളെ മോശമായിട്ട് പറയുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, അനുമോളോട് ഒരു സിമ്പതി തോന്നുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഒരുപാട് വോട്ട് ഇപ്പം പുറകെ പോയിട്ട് അനുമോള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും കപ്പടിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ടോപ്പ് 5 വരാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് അനുമോൾ. വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ ലാലേട്ടൻ ഇത്ര എടുത്തിട്ട് അലക്കുമ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് വീക്ക് ആവേണ്ടതാണ്. പക്ഷെ അനുമോള് പിടിച്ചു നിൽക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അനുമോള് കുറച്ചൊക്കെ അവരുടെ ക്രെഡിബിലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ്, പുറത്തുള്ള ഇമേജ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുമോൾ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവേണ്ടതാണ്. പക്ഷെ അനുമോൾ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഇനിയും ഇങ്ങനെ ട്രിഗർ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അറ്റം വരുമ്പോൾ മേ ബി അനുമോള് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഡൗൺ ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതാണോ ഇവരിനി ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമന്റ് ചെയ്യാം.